ഓക്സിജൻ കുറവുള്ള പേഷ്യൻസിന് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ഡിവൈസുകളാണ് ഉള്ളത്. ഒന്ന് ഓക്സിജൻ സിലിണ്ടർ, മറ്റൊന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്റർ. ഓക്സിജൻ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഒരു വാതക രൂപത്തിലുള്ള ഒരു സിലിണ്ടറാണ്. ഏകദേശം 10 ലിറ്റർ കപ്പാസിറ്റി ആണ് ആ കുറ്റിയിൽ നമുക്ക് നടക്കാൻ പറ്റുന്ന ഗ്യാസ്. നോർമലി നമുക്ക് അതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്യാസിൻ്റെ പ്യൂരിറ്റി കൂടുതലാണ്. അതേസമയത്ത് ഇത് ഫില്ല് ചെയ്യുക, ഒരു പേഷ്യൻറ്റിന് കൂടുതൽ ബൈസ്റ്റാൻഡർക്ക് എടുത്തു കൊണ്ടുപോകുക, ഇത്തരം കാര്യങ്ങൾക്ക് പ്രയാസമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ് മറ്റൊരു ഡിവൈസ് നമ്മൾ പറഞ്ഞത്. അത് നോക്കുമ്പം ഒന്ന് വെയ്റ്റ്ലെസ് ആണ്, രണ്ടാമത്തത് എയർ ഫില്ല് ചെയ്യേണ്ട പ്രശ്നങ്ങൾ വരുന്നില്ല. നോർമലി നമുക്കുള്ള പവറിൽ ആ മെഷീൻ വർക്ക് ചെയ്യും. നാച്ചുറൽ എയറിനെ വലിച്ചെടുത്ത് പ്യൂരിറ്റി ചെയ്ത് നമുക്ക് നല്ല ഓക്സിജൻ തരുന്ന ഒരു മെഷീനാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. സാധാപോലെ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ ഒരു ഒരു പവർ ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്താൽ നമുക്കിവിടെ കാണാം ഫ്രണ്ടിൽ തന്നെ മറ്റൊരു നോബ്. അതിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പേഷ്യൻറ്റിന് എത്ര ലിറ്റർ അളവിൽ ഓക്സിജൻ പുറത്തേക്ക് വരണം എന്നുള്ളത് പറയുന്ന പ്രകാരം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇത് 1 മുതൽ 5 വരെ ഉണ്ട്. ഈ നോബ് തിരിച്ചാൽ വലത്തോട് തിരിച്ചാൽ മാക്സിമം 5 ലിറ്റർ വരെ ഇത് പോകും. ഓക്കെ. പിന്നുള്ളത് ഹ്യൂമിഡിഫൈ ബോട്ടിലാണ് ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു ഹാഫ് ലെവൽ ബോട്ടിൽ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നോബിലൂടെ ഓക്സിജൻ പേഷ്യൻറ്റിന് നോസിലോട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു കാനുല ഈ ഒരു സൈഡ് ഈ ബോട്ടിലിൻ്റെ എൻഡിലും മറ്റേ സൈഡ്